ഹലോ ഓൾ, ഞങ്ങളീ പോകുന്നൊരു നൈറ്റ് ഔട്ടിനാണേ. രാത്രികാല യാത്രകളെ മാത്രം സ്നേഹിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് മിലുവിനെ സ്കൂളിലാക്കിയ പിന്നെ രാത്രി പുറത്തിറങ്ങണമെങ്കിൽ സമയവും കാലമൊക്കെ നോക്കേണ്ട അവസ്ഥയായി കേട്ടോ. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പം ഇന്ന് പോയിട്ട് വരികയാണെങ്കിൽ നാളെ നേരം വെളുക്കും വരെ മിലു ഉറങ്ങിയാലും പ്രശ്നമൊന്നുമില്ല. സൺഡേ നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്തിട്ട് തിങ്കളാഴ്ച മുതൽ അവളെ സ്കൂളിൽ വിടാമല്ലോ. അപ്പം ഇന്ന് പോയേക്കുന്ന മാൾ ഓഫ് ട്രാവൻകൂറാണ്. ലുലു തുടങ്ങിയ പിന്നെ മാൾ ഓഫ് ട്രാവൻകൂറിന് ഇത്ര ക്രൗഡഡ് ആയിട്ട് ഞാൻ കണ്ടേക്കുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ. ഒത്തിരി പേര് വന്നിട്ടുണ്ട്. പാർക്കിങ്ങിന് പോലും അണ്ടർഗ്രൗണ്ടിൽ സ്ഥലമില്ലാഞ്ഞിട്ട് നമ്മൾ മുകളിലത്തെ പാർക്കിങ്ങിലാണ് കേട്ടോ വിട്ടത്. ആദ്യമായിട്ടാണ് മാൾ ഓഫ് ട്രാവൻകൂറിൻ്റെ മുകളിലത്തെ പാർക്കിങ്ങിൽ നമുക്ക് പോകാൻ പറ്റുന്നത്. അങ്ങനെ പാർക്കിങ്ങിലൊക്കെ വണ്ടി ഇട്ട ശേഷം നമ്മൾ മാളിനകത്ത് കയറി. ഒരുപാട് നാളായി ഇത്രയും ക്രൗഡായിട്ട് മാൾ ഓഫ് ട്രാവൻകൂറിനെ കണ്ടിട്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. പ്ലയാസയിൽ ചെന്ന് നമ്മൾ കാർഡ് എടുക്കാൻ പോയപ്പോഴാണ് കാർഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ല എന്നുള്ള സത്യം മനസ്സിലായത്. പിന്നെ നമ്മുടെ ഫോൺ നമ്പർ വെച്ച് നമ്മൾ കാർഡ് എടുത്ത ശേഷം മിലുവിന് ആദ്യം തന്നെ മെരിഗോയിൽ കയറണമെന്ന് പറഞ്ഞ് വലിയ കാര്യത്തിൽ കയറിയിട്ട് അത് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇറങ്ങണമെന്നായി. പിന്നെ ഞാനൂടെ കൂടെ കയറിയിട്ട് ആ റൈഡ് കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. പിന്നെ ടാംബോളിനിൽ ജമ്പ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് അവിടെയും കയറി ഇതുപോലെ കാർഡ് സ്വൈപ്പ് ചെയ്തത് മാത്രം 10 മിനിറ്റ് പോലും അവൾ നിന്നില്ല, അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. പുള്ളിക്കാരിക്ക് മൂവ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ എല്ലാം പേടിയാണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാത്തിലും കയറി ഇരുന്ന് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യണമെന്നൊന്നുമില്ല, കുറച്ച് നേരം ഇരുന്നാൽ മതി. അതുകൊണ്ട് എല്ലാം വെറുതെ ഒന്ന് കയറി ഇരിക്കാറ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കാർഡ് മിക്കവാറും യൂസ് ചെയ്യുന്നത് ഞാനും അക്കുമായിരിക്കും. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. കാരണം സമയച്ച് ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഇനി പോകാമെന്ന് കരുതിയിട്ട് പോയി ഫുഡ് ഓർഡർ ചെയ്ത് ഞാനൊരു ഹൈദരാബാദി ബിരിയാണിയും അവർ ചിക്കനുമാണ് കേട്ടോ കഴിച്ചത്. മിലുവിൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ചിക്കൻ പോപ്കോണും ഫ്രഞ്ച് ഫ്രൈസും. അതിനുശേഷം നമ്മൾ താഴത്തെ ഫ്ലോറിലേക്ക് പോയി. രാമചന്ദ്ര എന്ന് പറഞ്ഞാൽ മാൾ ഓഫ് ട്രാവൻകൂറിൽ വന്ന ഒരു മസ്റ്റ് വിസിറ്റാണ് കേട്ടോ. അങ്ങനെ രാമചന്ദ്ര കയറിയപ്പോഴാണ് അടപടലം ഞാൻ ഞെട്ടിയത്. ഷോപ്പും വലുതാക്കിയിട്ടുണ്ട്, അടിപൊളി കളക്ഷനുണ്ട്. മൊത്തത്തിൽ വലിയൊരു മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് എടുക്കാൻ പ്ലാനില്ലായിരുന്നു. കണ്ടപ്പോൾ എനിക്ക് ഈ കുഞ്ഞുടുപ്പുകളെല്ലാം ഇഷ്ടമായി. നമുക്ക് പുതിയൊരു ബേബി വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ബ്രദറിൻ്റെ വൈഫ് പ്രസവിച്ചു. അപ്പോൾ മോളാണ്, അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രോക്കൊക്കെ എടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ മിലു പോയി മിലുവിന് ആവശ്യമുള്ളതൊക്കെ പറക്കിയെടുത്തു. ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. നല്ല വൈഡ് വെറൈറ്റീസിലുള്ള കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ട് മതിമറന്നപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്നുള്ള ഇത് മറന്നുപോയി. ഫോണൊക്കെ നൈസിന് ബാഗിലിട്ടിട്ട് എല്ലാം നടന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത്. അതിനുശേഷം ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് മിലുവിനെ സെറ്റിൽ ചെയ്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ എടുത്ത ടോയ്സ് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. അതെല്ലാം അവിടെ വെച്ച് ഷോപ്പ് ക്ലോസ് ചെയ്യാനുള്ള സമയമായി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അങ്ങനെ പാർക്കിങ്ങിലെത്തിയ നമുക്ക് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് ഇത്രയും ഹൈറ്റിൽ നിന്നും ഇത്ര അടുത്ത് നിന്നും കാണാൻ പറ്റിയ കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നാളെ സൺഡേ ആണ്. വളരെ പതിയെ ചെന്ന് കിടന്നാലും നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്തിട്ട് നാളെ മോർണിംഗ് തുടങ്ങാൻ പറ്റും കേട്ടോ.